മരണം ഇരന്നു വാങ്ങുന്നവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിലേ കണ്ടോളൂ. ഇതല്ലാതെ ഞാൻ ഇവരെ എന്ത് വിളിക്കാനാ? നിങ്ങൾ തന്നെ പറ. പാണക്കാട് മണ്ണിടിച്ചിലുണ്ടായി. അതിൻ്റെ വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ആ മണ്ണ് ഇളകി തുടങ്ങുന്നത് വ്യക്തമായി കാണാം. അപ്പോഴും ചില ആൾക്കാർ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന പോലെ ഒറ്റ നിപ്പ. അവസാനം എന്തുണ്ടായി? ഓടുന്ന ഓട്ടം കണ്ടോ ജീവന് വേണ്ടി? ചിലർക്കൊരു വിചാരമുണ്ട്, കുത്തിയൊഴുകി വരുന്ന മലവെള്ളപ്പാച്ചലിലും ഉരുൾപൊട്ടലിലൊക്കെ നെഞ്ചും വിരിച്ചിരുന്ന നമ്മൾ ആൺകുട്ടികളാകുന്ന ഇടം മനുഷ്യന്മാരെ, ഒരു മണ്ടന്റെ സ്വഭാവം ഇത്. തനിക്ക് മുട്ടാൻ പറ്റുന്നതിൻ്റെ മുമ്പിലെ മുട്ടാ നിൽക്കൂ, അല്ലെ ജീവൻ പോകും. പാവം ആ കൈരളി TV-യുടെ ക്യാമറമാൻ ചെളിയിലാകെ കുളിച്ചുപോയി. ക്യാമറയും ഏകദേശം ചെളിയിൽ പൂണ്ടുപോയി. ആ മനുഷ്യന്റെ കയ്യും മുറിഞ്ഞു. സഹോദര, ആത്മാർത്ഥതയൊക്കെ നല്ലതാ. ജീവനേക്കാൾ വലുതായിട്ട് ഒന്നിനെയും കാണണ്ട. നിങ്ങൾ മരണപ്പെട്ടാൽ ആ ചാനൽ ഒരു ദിവസം വാർത്ത, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തിനാണ് തീരാ നഷ്ടമുണ്ടാകുന്നത്. ഡ്രോണുകൾ സുലഭമായി കാലഘട്ടത്തിൽ ആ ക്യാമറയും കൊണ്ട് ഇടിഞ്ഞു വീഴുന്ന മണ്ണിന്റെ മുമ്പിലേക്ക് പോയി നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അതിനൊക്കെ ആ സംവിധാനം ഉപയോഗിക്കണം. ജനങ്ങൾ ആ രൂപത്തിൽ വ്യക്തമായി കാണാൻ പറ്റും. ആർക്കും ഒരപകടം സംഭവിക്കാനുമില്ല. ഞാൻ ആരെയും പ്രയാസപ്പെടുത്താനോ വേദനിപ്പിക്കാനോ പറഞ്ഞല്ല. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബം അനാഥരാവൂലേ? കാരണം അത്രയും വലിയ ദുരന്തമാണ് നമ്മുടെ ചുറ്റുപാടും ഉണ്ടാകുന്നത്. ഇവിടെ എടുത്തിയാട്ടമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോവുക. അല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു പത്രത്തിൻ്റെ ചാനൽ നിങ്ങളുടെ മരണവാർത്തയായിരിക്കും റിപ്പോർട്ട് ചെയ്യേണ്ടി വരിക.